ഓക്കെ. ഞാനിത് അവരുടെ ഈ മുഹമ്മദിയരുടെ മുറിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് ജിബ്രീല് ചെയ്ത ഹാർട്ട് സർജറിയാണ്. ജിബ്രീല് ചെയ്ത ഹാർട്ട് സർജറി. ഇനി അബുൽ ഖാസിമിന്റെ മേത്ത് വേറെ ചില ഏഞ്ചൽസും സർജറി നടത്തിയിട്ടുണ്ട്. അപ്പൊ മുമ്പ് ഞാൻ ക്ലാസ് എടുത്തത് ഒരു മിനിറ്റ്, ഞാനത് മുമ്പ് ക്ലാസ് എടുത്തിട്ട് 1, 2, 3 3 തവണ ജിബ്രീല് സർജറി ചെയ്തത്. ഓക്കെ, ജിബ്രീല് ഒറ്റയ്ക്ക് വന്നിട്ട് സർജറി ചെയ്ത് 3 തവണ ജിബ്രീല് ഒറ്റയ്ക്ക് വന്നിട്ട് സർജറി ചെയ്തു. ഇനി ഞാൻ വായിക്കാൻ പോണത് സർജറി ബൈ അതർ ഏഞ്ചൽസ്. അതാണ് ടോപ്പിക്കിന്റെ ഹെഡിങ്, സർജറി ബൈ അതർ ഏഞ്ചൽസ്, ജിബ്രീൽ അല്ലാട്ട. ഇനി ജിബ്രീൽ ഉണ്ടെങ്കിൽ ഞാൻ അതും പറയും ആ സമയത്ത്. അപ്പൊ സഹി മുസ്ലിം 162B. സുനിൽ ഡോക്ടറെ, ചുരുക്കി പറഞ്ഞ ആ ആശുപത്രിയിലെ അറ്റൻഡർമാര് വരെ സർജറി ചെയ്തിട്ടുണ്ടല്ലേ? അങ്ങനെ പറയാം. പക്ഷെ ദേ ആർ സ്പെഷ്യൽ ഏഞ്ചൽസ്. അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഹാർട്ട് സർജറി ചെയ്യാനായിട്ട്. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ഹാർട്ട് സർജറി ചെയ്യാനായിട്ടും അബ്ഡോമിനൽ സർജറി ചെയ്യാനായിട്ടും തൊറാസിക് സർജറി ചെയ്യാനായിട്ടും അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സഹി മുസ്ലിം 162B, ഇത് ജിബ്രീല് ചെയ്ത സർജറി അല്ല കേട്ടാ. ഇത് നമ്മുടെ അറ്റൻഡേഴ്സ്, ബ്രദർ ഇപ്പൊ പറഞ്ഞ പോലെ അറ്റൻഡേഴ്സ് അവരിങ്ങനെ കണ്ട് അവര് സർജറിയില് വിദഗ്ധനായി. അപ്പൊ ഞാൻ അത് വായിക്കാം. അബുൽ ഖാസിം said, the angels came to me and took me to the Zamzam. അപ്പൊ സംസം എന്ന് പറഞ്ഞൊരു കുഴി ഉണ്ടായിരുന്നു, ഒരു വെല്ലുണ്ടായിരുന്നു, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ഏഞ്ചൽസ്, മാലാകന്മാര് എത്ര ഉണ്ടെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ പിന്നെ വെളിപ്പെടുത്തും. അത് വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്ര എണ്ണം വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ടുക്ക് മീ ടു സംസം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഏഞ്ചൽസ്. ആൻഡ് മൈ ഹാർട്ട് വാസ് ഓപ്പൻഡ് ആൻഡ് വാഷ്ഡ് വിത്ത് വാട്ടർ ഓഫ് സംസം. ആൻഡ് ദെൻ ഐ വാസ് ലെഫ്റ്റ് അറ്റ് മൈ പ്ലേസ്. എന്നിട്ട് തിരിച്ച് എവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ആ സ്ഥലത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇത് മാലാകന്മാര്, ഏഞ്ചൽസ്, പ്ലൂറൽ ഫോം. ഒരു ഏഞ്ചൽ അല്ല, മോർ ദാൻ 1 ഏഞ്ചൽസ് ആണ് വന്നിട്ട് അബുൽ ഖാസിമിനെ പൊക്കിക്കൊണ്ടുപോയിട്ട് സംസം വാട്ടറിൽ അവിടെ പോയിട്ട് ഹാർട്ട് തുറന്നിട്ട് വാഷ്. ഇത് ഇവിടെ ഇമ്പോർട്ടന്റ് ഭാഗം എന്താന്ന് വെച്ചാ, മൈ ഹാർട്ട് വാസ് ഓപ്പൻഡ്. അപ്പൊ ഹാർട്ട് വരെ എത്തണമെങ്കിൽ അവര് ചെസ്റ്റ് ഭാഗം പൊളിക്കണം. ചെസ്റ്റ് തുറന്നാൽ മാത്രമേ നമുക്ക് ഹാർട്ട് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഹാർട്ട് എടുത്തിട്ട് ആ പൈപ്പുകളും നെർവ് സിസ്റ്റം അത് വിടിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ എഴുതിയിട്ടില്ല. അത് വേറെ സ്ഥലത്ത് എഴുതിയേക്കുന്നത് വിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഈ ഹാർട്ട് എടുത്തിട്ട് സംസം വാട്ടറിൽ വാഷ് ചെയ്തു. എന്നിട്ട് തിരിച്ച് അടച്ചു വെച്ചിട്ട് തിരിച്ച് എവിടുന്ന എടുത്തു കൊണ്ടുവന്നേ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇത് സഹി മുസ്ലിം 162B, സഹി മുസ്ലിം 163. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ഏഞ്ചൽസ് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഏഞ്ചൽസ് വന്നു എന്ന് പറഞ്ഞത് മോർ ദാൻ 1. അടുത്തത് ഹെഡിങ് അബ്ഡോമിൻ സർജറി ബൈ 2 ഏഞ്ചൽസ്. അപ്പൊ അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിബ് കേജ് ഇല്ലേ, റിബ്സിന്റെ താഴെ ഭാഗമാണ് ഈ അബ്ഡോമൻ. ഇതിന്റെ മുകളിലേക്ക്, റിബിന്റെ മുകളിലേക്കാണെങ്കിൽ തൊറാസിക് എന്ന് പറയും. അപ്പൊ ഇത് തൊറാസിക് അല്ല, ഇത് അബ്ഡോമൻ സർജറിയാണ്. അപ്പൊ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. സൂൻ നസായ് 452. സൂൻ നസായ് 452. അപ്പൊ അതിൽ എഴുതിയേക്കണത്, ഇറ്റ് വാസ് നെറേറ്റഡ് ഫ്രം അനസ് ബിൻ മാലിക് that the prayers were enjoined in Makkah and that 2 angels. അപ്പൊ മുമ്പ്
എത്ര ഏഞ്ചൽസ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ 2 angels came to Abul Qasim and took him to Zamzam, where they split open his stomach. അപ്പൊ stomach is an organ. See, സ്റ്റമക്കും അബ്ഡോമൻ വ്യത്യാസം ഉണ്ട് ട്ടാ. അബ്ഡോമന്റെ താഴെ there are many organs. One of them is a stomach, intestines ഉണ്ട്, large intestine, small intestine, അങ്ങനെ quite a few organs are there in the abdomen area. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് they split open the stomach. അപ്പൊ അവര് abdomen തുറന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? they took out his innards in a basin of gold. അപ്പൊ സ്റ്റമക്ക് തുറന്നിട്ട് സ്റ്റമക്കിന്റെ ഉള്ളിലത്തെ ഇനാർഡ്സ്, ഇവിടെ ഹാർട്ട് സർജറി അല്ല കേട്ടാ, ഇവിടെ സ്റ്റമക് സർജറിയാ ചെയ്തേക്കണത്. അപ്പൊ ആ അബ്ഡോമിനൽ ഏരിയ, സ്റ്റമക് ഏരിയയിലത്തെ സാധനങ്ങൾ, ബിക്കോസ് ഈ സ്റ്റമക്കും ഈ ഹാർട്ടിന്റെ ഇടയ്ക്ക് ഒരു ഡയഫ്രം ഉണ്ട്, ഒരു ഷീറ്റ്, അതല്ല തുറന്നേക്കണത്. അവര് സ്റ്റമക്കാണ് തുറന്നേക്കണത്. they split open his stomach and took out his innards in a basin of gold. അപ്പൊ ഈ സ്റ്റമക്കിനെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, ചീഞ്ഞ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, നല്ല ഫുഡ് എനിക്കറിയില്ല, പക്ഷെ ഇനാർഡ്സ് ഓഫ് ദ സ്റ്റമക് ചിലപ്പോൾ അബ്ഡോമൻ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവര് ചിലപ്പോ ഉദ്ദേശിക്കുന്നുണ്ടാവുന്നത് ഈ സ്റ്റമക്ക് എന്ന് പറഞ്ഞാൽ ഒരു അബ്ഡോമൻ. നമ്മൾ പറയില്ലേ എന്റെ വയറ് വേദനെടുക്കണമെന്ന്, എന്താ നമ്മൾ അബ്ഡോമനെ തൊട്ടിട്ട് നമ്മൾ പറയാ, ഓ എന്റെ വയറ് വേദനെടുക്കും. വയറെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സ്റ്റമക്കാണ്. സ്റ്റമക്ക് ഇസ് എ small organ which is inside the abdomen. One organ, not small, is one organ which is inside the abdomen. അപ്പൊ ഈ അബ്ഡോമന്റെ ഈ സ്റ്റമക്കിന്റെ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് ഗോൾഡ് ബേസിനിൽ വെച്ചു. ആ ഗോൾഡ് ബേസിനിൽ വെച്ചിട്ട് ആ സംസം വാട്ടർ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അപ്പൊ ഇവര് സ്റ്റമക്കിന്റെ ഐറ്റംസ് എടുത്തേക്കണ കേട്ടാ. പക്ഷെ ലാസ്റ്റ് സെന്റൻസിൽ ഒരു പ്രശ്നമുണ്ട്. ഈ വാഷ് ചെയ്തത് സംസം വാട്ടർ ആണ്. then they filled his heart with wisdom and knowledge. അപ്പൊ ഇത് മെഡിക്കലിൽ നമ്മൾ നോക്കുമ്പോ അവര് താഴെ ഭാഗം തുറന്നു, സ്റ്റമക്കിന്റെ കോണ്ടൻസ് പുറത്തേക്ക് ഇട്ടു. ദാറ്റ് മീൻസ് ഇനിയിപ്പോ ലാസ്റ്റ് സെന്റൻസ് ഞാൻ വീണ്ടും വായിക്കാം. then they filled his heart with wisdom and knowledge. അപ്പൊ നമ്മൾ നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് ആലോചിക്കുക, തൊറാസിക് നമ്മുടെ റിബിന്റെ താഴെ ഭാഗത്ത് ഒരു ഇൻസിഷൻ കൊടുത്തു. ഇത് 2 ഏഞ്ചൽസ് ആണ് വന്നേക്കണേ കേട്ടാ. ഈ പഠിക്കുന്ന 2 ഏഞ്ചൽസ് ആണ് വന്നേക്കുന്നത്. അവര് ഹാർട്ടിനെ ഹാർട്ടിനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ടിന് വിസ്ഡം ആൻഡ് എന്തുകൊണ്ട് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് കീറ് കൊടുത്തേക്കുന്നത് അബ്ഡോമൻ ഏരിയയാണ്, റിബിന്റെ താഴെ. എന്നിട്ട് അവിടെ നിന്ന് അവര് ഇന്റസ്റ്റൈൻസും സ്റ്റമക്കും എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ഡയഫ്രാം വെട്ടി, ഡയഫ്രാം കീറി. ഡയഫ്രാം കീറിയിട്ട് തൊറാസിക് സർജറി ചെയ്തിട്ടില്ല കേട്ടാ, ഇത് താഴെ ഭാഗം ചെയ്തേക്കുന്നത്. ബിക്കോസ് മുകളിലെ എല്ലുണ്ടല്ല, അപ്പൊ അത് അവന് വിട്ടു. താഴേന്ന് കൈ കയറ്റിയിട്ട് ഹാർട്ട് പുറത്തേക്ക് എടുത്തു. സ്റ്റമക്കും ഇന്റസ്റ്റൈൻസും ഒക്കെ പുറത്ത് കീറിക്കെടുക്കുകയാണ്, പുറത്ത് ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് വരെ എത്തണ്ടേ. അപ്പൊ അവര് കൈയിട്ടിട്ട് സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് ഹാർട്ട്, ഈ ബീറ്റിംഗ് ഹാർട്ടിനെ ആ റിബ് കേജിന്റെ ആ ബാക്കിൽ നിന്ന് അവരിങ്ങനെ എടുത്തിട്ട് അവര് എന്ത് ചെയ്തു? they filled the heart with wisdom and knowledge. അപ്പൊ അത് സുനൻ നസായി 452. ഇനി അടുത്തത് ഹൗസ് സർജന്മാർ ചെയ്തതല്ലേ? ഹൗസ് സർജന്മാരല്ലേ ചെയ്തേ? പഠിക്കുന്ന ആൾക്കാരായിരിക്കും ഹൗസ് സർജൻസ് എന്ന് പറയാം. they are learning to be as good as ജിബ്രീൽ. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ സുന്നസായി 452 കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ഓക്കെ, നമുക്ക് അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് 164. ഇത് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. മുസ്ലിം സഹി മുസ്ലിം 164. അപ്പൊ 164 ഇത് സെയിം സംഗതി ജാമ്യ തിർമിദി 3346 കേട്ടാ. ജാമ്യ തിർമിദി 3346. ഇവിടെ സീ ദ മെഡിക്കൽ അഡ്വാൻസ്മെന്റ്. അന്ന് കാലത്ത് നമ്മളൊക്കെ വിചാരിക്കും
നമ്മുടെ ഇന്ത്യയില് ഭാരതദേശത്തില് സുശ്രുതയാണ് ഏറ്റവും ഫസ്റ്റ് സർജറി ഒക്കെ നടത്തിയത്, നോസിന്റെ സർജറി അതൊക്കെ ചെയ്തേക്കുന്നത് സുശ്രുതയാണ്. പക്ഷെ ഇവിടെ ഇൻ 700 AD ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അറബ് വേൾഡിൽ. അപ്പൊ ഞാൻ സഹി മുസ്ലിം 164B ഇതിന്റെ ഹെഡിങ് ഇട്ടേക്കണത് ഞാൻ ഇട്ടേക്കണത് കേട്ടാ, സർജറി ഫ്രം ബിലോ ത്രോട്ട് ടു ബോട്ടം ഓഫ് അബ്ഡമൻ. ബിലോ ത്രോട്ട് ടു ബോട്ടം ഓഫ് അബ്ഡമൻ. അപ്പൊ അത് പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ കട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ആഡംസ് ആപ്പിളിന്റെ താഴെ, അവിടെ താഴെ ഒരു കുഴി ഉണ്ടല്ലോ, ഓക്കെ, ആ കുഴി നമ്മുടെ ആഡംസ് ആപ്പിളിന്റെ നമുക്ക് ഫീൽ ചെയ്യും, അതിന്റെ നേരെ താഴെയാണ് ഈ ഒരു ചെറുതായിട്ട് ഒരു കുഴി കാണുന്നത്. അവിടെ നിന്ന്, ദാറ്റ് മീൻസ് ടോപ്പ് ക്ലാവിക്കൽ ബോൺ, പെണ്ണുങ്ങൾക്ക് സ്പേംസ് വരുന്ന സ്ഥലം. പെണ്ണുങ്ങൾക്ക് സ്പേംസ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ സ്പേംസ് വരുന്നത് റിബിന്റെ ഏറ്റവും മോൾ ഭാഗത്ത് നിന്നാണ്. പെണ്ണുങ്ങളുടെ സ്പേംസ് വരുന്നത് റിബ്സിന്റെ ഏറ്റവും ബോൺ, അത് ക്ലാവിക്കൽ ബോൺ. അപ്പൊ ഈ ക്ലാവിക്കൽ ബോണിന്റെ മിഡിൽ പോർഷനിലാണ് ചെറുതായി കുഴി കിടക്കുന്നത്. ആ കുഴിന്ന് നമ്മുടെ പ്യൂബിക് ഹെയറിന്റെ മോൾ ഭാഗം, പ്യൂബിക് ഹെയറിന്റെ ജസ്റ്റ് മോൾ ഭാഗമാണ് ഈ അബ്ഡോമൻ ഏരിയ. അപ്പൊ കട്ട് വന്നേക്കണത് ടോപ്പ് മോസ്റ്റ് പോർഷൻ ടു ദ ബോട്ടം മോസ്റ്റ് പോർഷൻ ഓഫ് ദി അബ്ഡോമൻ. എന്നിട്ട് അബുൽ ഖാസിം സെഡ്, while I was at the house between sleeping and being awake, ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് ഫുൾ ബിറ്റ്വീൻ സ്ലീപ്പിംഗ്, ഉറങ്ങുമായിരുന്നു, അവേക്കുമായിരുന്നു, അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇതുണ്ടല്ലോ. ഐ ഹേർഡ് someone saying, ഞാൻ ഒരു ആള് പറയണത് കേട്ടു. എന്താണ് ആ ആള് പറഞ്ഞത്? the one in the middle of the three. ആളെന്താ പറഞ്ഞേ? the one in the middle of the three. അപ്പൊ 3 പേരാണ് കിടക്കണത്. ഈ 3 പേര് കിടക്കണത്, താഴെ കിടക്കണത്, അതിൽ നടുക്കാണ് ഈ അബുൽ ഖാസിം കിടക്കണത്. ഓക്കെ, അപ്പൊ സർജറി ആരുടെ മേത്ത നടക്കാൻ പോണത്? നടുക്കുള്ള മനുഷ്യന്റെ, നടുക്കുള്ള മനുഷ്യൻ. അപ്പൊ ഈ മനുഷ്യൻ, ഈ വന്ന ആൾക്കാര് എന്താ പറയുന്നത്? the one in the middle of the three. I was brought a vessel of gold containing Zamzam water. അപ്പൊ ഇവിടെ എന്താണ് ഈ സർജറി മുമ്പ് സർജറി ചെയ്തായിരുന്നു, അവര് സംസം ഈ കിണറിന്റെ അവിടേക്ക് കൊണ്ടുപോയി. പക്ഷെ ഈ പ്രാവശ്യം സർജറി ചെയ്തപ്പോ സംസം അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരിക ചെയ്യണത്. I was brought a vessel of gold containing Zamzam water. അപ്പൊ സംസമിന്റെ കിണറിൽ പോയിട്ട് ഗോൾഡ് വെസലില് സംസം വെള്ളം കൊണ്ടുവന്നു. 3 പേര് താഴെ കിടക്കണുണ്ട്. എന്നിട്ട് അവര് ഈ ഏഞ്ചൽസ് വന്ന ആൾക്കാരില്ലേ, ഏഞ്ചൽസ് ചൂണ്ടിക്കാണിക്കുകയാണ്, ദ മിഡിൽ വൺ, ദ വൺ ഇൻ ദ മിഡിൽ ഓഫ് ദ 3. 3 പേര് കിടക്കുന്നുണ്ട്, മിഡിൽ വൺ. സോ മൈ ചെസ്റ്റ് വാസ് സ്പ്ലിറ്റ് ടു ഹിയർ. സോ മൈ ചെസ്റ്റ് വാസ് സ്പ്ലിറ്റ് ടു ഹിയർ, ഇവിടം വരെ. അപ്പൊ ഖത്താദ സെഡ്, ഐ സെഡ് ടു അനസ്, വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്തുട്ടാണ്? ചെസ്റ്റ് വാസ് സ്പ്ലിറ്റ് ടു ഹിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത്? അബുൽ ഖാസിം പറയാണ്, മൈ ചെസ്റ്റ് വാസ് സ്പ്ലിറ്റ് ടു ഹിയർ. അപ്പൊ അനസ് പറഞ്ഞു, ആൻസർ പറഞ്ഞു, ടു ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് സ്റ്റമക്ക്. ടു ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് സ്റ്റമക്ക്. സ്റ്റമക്ക് ചിലപ്പോൾ അവര് അബ്ഡോമൻ ആയിരിക്കും, ഞാൻ കരുതുന്നത് അബ്ഡോമൻ ആയിരിക്കും. ബിക്കോസ് സ്റ്റമക്ക് അബ്ഡോമന്റെ കീഴിലാണല്ലോ ഉള്ളി കിടക്കുന്നത്. അപ്പൊ ലോവസ്റ്റ് പാർട്ട് ഓഫ് സ്റ്റമക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റമക്ക് ഇരിക്കുന്ന ഏറ്റവും ബോട്ടം പോർഷൻ, പൊക്കിളിന്റെ താഴേക്ക് ആയിട്ട് ഇങ്ങനെ പ്യൂബിക് ഹെയറിന്റെ മുകളിലായിട്ടാണ് ഈ കട്ട് വന്നേക്കണത്, മോളിൽ നിന്ന് താഴെ വരെ. എന്നിട്ട് ഇറ്റ് വാസ് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്തിട്ട്, സോ മൈ ഹാർട്ട് വാസ് റിമൂവ്ഡ്. എന്നിട്ട് അവര് ഹാർട്ടിനെ റിമൂവ് ചെയ്തു. അപ്പൊ ഇവിടെ റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ അവര് വിടിയിച്ചു. ഈ പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ ഉണ്ടല്ല, പൈപ്പിന്റെയും നെർവിന്റെ കണക്ഷൻ, അതൊക്കെ വിടിയിച്ചു കളഞ്ഞിട്ട്, അപ്പൊ ദാറ്റ് മീൻസ്, റിമെമ്പർ, ഒരു ഹ്യൂമൻ ബീയിങ് വിത്തൗട്ട് മച്ച് ഡാമേജ് ടു ദ ബ്രെയിൻ 14 minutes ആണ്.
14 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യണം. So that the blood supply continues to the brain. If you go more than 14 minutes, there will be brain damage. Most probably there will be, see, miracles do happen, brain damage illade. For example, my father-in-law had a miracle where he survived heart arrest for about 20 minutes, 25 minutes, but nothing happened. പക്ഷെ നമ്മൾ അത് നോക്കണില്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഹാർട്ട് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ ഹാസ് ടു ഗോ ടു ദ ബ്രെയിൻ. Appa they have to finish the surgery within 14 minutes, or they have to employ a heart lung machine. Not only ventilator, they have to employ a heart lung machine. Okay, appa avര് ഹാർട്ടിനെ വിടിച്ചിട്ട് മാറ്റി വെക്കുകയാണ് ഈ സംസം വെള്ളത്തിന്റെ ബോളിൽ. എന്നിട്ട് then the what does that mean to the lowest person? He said, so my heart is removed and washed with Zamzam water, then returned to its place. So they may have done the surgery within 14 minutes. They would have replaced the heart into the thoracic cavity, ribs ന്റെ താഴെ, എന്നിട്ട് പൈപ്പ് കണക്ഷൻ ഒക്കെ ചെയ്തു വെച്ചു, നെർവ് കണക്ഷൻ ഒക്കെ തുന്നി വെച്ചു. Return, then I was filled. അത് കഴിഞ്ഞപ്പോഴാണ് I was filled with faith and wisdom. I was filled with faith and wisdom. Sahih Muslim 164b, same thing തന്നെയാണ്. ജാമിഅ തിർമിദി 3346. ഓക്കെ, ഇനി അടുത്ത സർജറി എന്ന് പറഞ്ഞാൽ ഹൗസ് സർജൻസ് കൂടെ ഉണ്ട്. Not only the surgeon, but the house surgeons also കൂടെ ഉണ്ട്. Full surgery with heading എന്ന് വെച്ചാൽ full surgery with help from angels and surgery is done by Jibril. അപ്പൊ ഹെൽപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഒരു മിനിറ്റ് ബുക്കാരി സഹി ബുക്കാരി 7517 and Sahih Bukhari 3207. രണ്ട് സ്ഥലത്ത് ഒരേ സംഗതി എഴുതിയേക്കണം. അപ്പൊ ഞാൻ ഒരു ഹദീത്ത് മാത്രം എടുക്കണു. ഹദീത്ത് ബുഖാരി 7517. ഇപ്പൊ ഞാൻ എടുത്ത ക്ലാസ്സില്ലേ, ഇപ്പൊ ഞാൻ എടുക്കണ ഈ ക്ലാസ് ഞാൻ അവിടെ മറ്റവരുടെ മുറി പോയിട്ട് ഞാൻ ശ്രമിച്ചു. 5.5 മണിക്കൂർ കാത്തു നിന്നു. സമയത്തിന് വേണ്ടിയിട്ട് അവര് സമ്മതിച്ചില്ല. ഇത് ഫഹദിന് ഞാൻ ഇത് കൊടുത്തായിരുന്നു ഈ ചാറ്റ് ബോക്സിൽ. ഞാൻ എന്തൊക്കെ വായിക്കാൻ പോണേന്ന് ഫഹദിന് വായിക്കണമെങ്കിൽ ഫഹദ് വായിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഇസ് മൈ ഓപ്ഷൻ ടു ദെം വാസ് ഫഹദ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ സമ്മതിച്ചില്ല. ഇനി ഇപ്പൊ നമുക്ക് സഹീഹ് ബുഖാരി 7517 വായിക്കാം. Angels did not talk to him till they carried him and placed him beside the well of Zamzam. അപ്പൊ ഈ ഏഞ്ചൽസ്, ഈ ഹൗസ് സർജൻസ്, they took him to the സംസമിന്റെ വെല്ല്, എന്നിട്ട് അതിന്റെ സൈഡിലാണ് കിടത്തിയത്. മുമ്പ് നമ്മൾ എന്ത് വായിച്ചത്? ജസ്റ്റ് മുമ്പ് സംസമിന്റെ വെള്ളം ഒരു ബേസിനിൽ അവർ കൊണ്ടുവന്നു. 3 പേര് കിടക്കുന്നുണ്ടായിരുന്നു താഴെ, അതിൽ നടുക്കന്റെ ആളുടെയാണ് സർജറി നടത്തിയത്. ഇവിടെ ഹൗസ് സർജൻസ് സംസാരിച്ചില്ല, പക്ഷെ അവര് പൊക്കിക്കൊണ്ടുപോയി, എന്നിട്ട് അവര് സംസം വെള്ളത്തിന്റെ സൈഡിൽ കിടത്തി. ഫ്രം അമംഗ് ദെം, എത്ര ഏഞ്ചൽസ് ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ല. ഇതിനു മുമ്പ് എന്തായിരുന്നു? 2 ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറെ ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. അവര് കിടത്തി. എന്നിട്ട് ഫ്രം അമംഗ് ദെം ജിബ്രീൽ ടുക്ക് ചാർജ് ഓഫ് അബുൽ ഖാസിം. ജിബ്രീലാണ് മെയിൻ സർജൻ. പുള്ളിക്കാരൻ ടുക്ക് ചാർജ് ഓഫ് ഹിം. ജിബ്രീൽ കട്ട് ഓപ്പൺ ദ പാർട്ട് ഓഫ് ഹിസ് ബോഡി. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. സീ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദെയർ സർജിക്കൽ സ്കിൽസ്. അവരുടെ
It is stupendous. അന്ന് കാലത്ത് when even the scalpel blade was not invented, they could do these surgeries. Jibril cut open the part of his body between his throat and the middle chest. And the middle of his chest. That means, see, now this is a very confusing surgical procedure. അവര് ത്രോട്ട് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കുഴിയില്ലേ ക്ലാവിക്കിൾ ബോണിന്റെ പെണ്ണുങ്ങൾക്ക് മറ്റേ സ്പേംസ് വരുന്ന സ്ഥലം അതിന്റെ നടുക്കുന്ന സർജറി കട്ട് കൊടുത്തേക്കാണ് മോളിന്ന് ടു ദ മിഡിൽ ഓഫ് ഹിസ് ചെസ്റ്റ്. റിബിന്റെ താഴെ വരെ അല്ലാട്ടാ, ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം, റിബിന്റെ ബേസിൽ നിന്ന് മോൾ ഭാഗം വരെയാണ് ഈ ചെസ്റ്റ്. അപ്പൊ സർജറി എവിടെ വരെ ചെയ്ത് കട്ട് കൊടുത്തേക്കുന്നത് ആ ത്രോട്ടിന്റെ ബേസിൽ നിന്ന് മിഡിൽ ഓഫ് ദ ചെസ്റ്റ് വരെ, മിഡിൽ ഓഫ് ദ ആബ്ഡുമൻ അല്ല, മിഡിൽ ഓഫ് ദ ഫ്രം ടോപ്പ് ടു ബോട്ടം ആബ്ഡുമൻ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ആ വരെയിലെ കട്ട്. ഈ കട്ട് മിഡിൽ ഓഫ് ദ ചെസ്റ്റ് വരെയാണ്. ഹാർട്ട് ഇരിക്കുന്നത് എവിടെയാണ്? ചെസ്റ്റിന്റെ താഴെ ഭാഗത്ത്. പക്ഷെ ഇവർ കട്ട് കൊടുത്തേക്കുന്നത് എവിടെയാ? മോൾ ഭാഗത്ത്, മിഡിൽ ഓഫ് ദി ചെസ്റ്റ് വരെ കട്ട് കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ടുക്ക് ഔട്ട് ഓൾ ദ മെറ്റീരിയൽ ഔട്ട് ഓഫ് ഹിസ് ചെസ്റ്റ്. അപ്പൊ ഈ കട്ട് കൊടുത്തിട്ട് ടുക്ക് ഓൾ ദ മെറ്റീരിയൽ ഔട്ട് ഓഫ് ഹിസ് ചെസ്റ്റ് ആൻഡ് അബ്ഡുമൻ. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു കട്ടാണ്. ഇറ്റ് ഈസ് അൺബിലീവബിൾ, what is it? Unbelievable capacity, unbelievable acumen, unbelievable. അവർ ഇത്രയും വിദഗ്ധനാണ്. ദാറ്റ് മീൻസ് കട്ട് കൊടുത്തേക്കുന്ന അവിടെ നിന്ന് വരെ മിഡിൽ വരെ, എന്നിട്ട് അബ്ഡോമന്റെ കോണ്ടന്റ്സ് എടുത്ത് പുറത്തേക്ക് വിട്ടു. അബ്ഡോമൻ തന്നെ താഴെ ഭാഗം. ദാറ്റ് മീൻസ് സ്റ്റമക്ക്, ഇൻറ്റസ്റ്റൈൻസ്, പാൻക്രിയസ്, ലിവർ, കിഡ്നീസ്. ഓക്കെ, ആൻഡ് ദെൻ washed it with Zamzam water with his own hands till he cleansed the inside of his body. എന്നിട്ട് ജിബ്രീല് ആ കാവിറ്റി മൊത്തം ഈ സാധനങ്ങളൊക്കെ പുറത്തെടുത്തുട്ടാ. ദി contents of the abdomen, contents of the chest മൊത്തം പുറത്തേക്ക് എടുത്തിട്ട് ഈ ഇൻസൈഡ് ഏരിയ മൊത്തം വാഷ് ചെയ്തു. cleanse the inside of his body with Zamzam water. And then a gold tray containing gold bowl full of belief and wisdom. എന്നിട്ട് ഒരു ഗോൾഡ് ബോൾ ഉണ്ട്. ആ ഗോൾഡ് ബോളിൽ ഇങ്ങനെ ബിലീഫും വിസ്ഡം ഉണ്ടായിരുന്നു. വാസ് ബ്രോട്ട് ആൻഡ് ദെൻ ജിബ്രീൽ എന്താ ചെയ്തേ? ആ ബിലീഫും വിസ്ഡം വെച്ചിട്ട് stuffed his chest and throat blood vessels. അപ്പൊ നമ്മുടെ കാരറ്റഡ് ആർട്ടറി ഒക്കെ അവിടെ ഉണ്ടല്ലോ. സി, ഇത് ഭയങ്കര ഒരു സർജറി. ആൻഡ് ദെൻ ജിബ്രീൽ സ്റ്റഫ്ഡ് ഹിസ് ചെസ്റ്റ്. അപ്പൊ ചെസ്റ്റ് വഴിയാണ് ഈ സ്റ്റമക്കിനെയും ഈ ഇൻറ്റസ്റ്റൈൻസിനെയും ഈ കിഡ്നിനെയും ഈ പാൻക്രിയാസ്, ലിവർ, ഓൾ ദീസ് ഐറ്റംസ് വിച്ച് ആർ ഇൻ ദ ബിലോ ആബ്ഡോമൻ റീജിയൻ, അതൊക്കെ ഈ ചെസ്റ്റ് കാവിറ്റി കൂടെ ഷവ് ചെയ്തു ത്രൂ ആൻഡ് ത്രൂ ദ ഡയഫ്രം. ഓക്കെ, ഡയഫ്രം ഇസ് എ മസിൽ വിച്ച് ഹെൽപ്സ് യു ബ്രീത്ത്. അപ്പൊ ഇതിങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് stuffed his chest and throat blood vessels with it, and then closed the chest. മനസ്സിലായ? അടുത്തത്, ഇനി നമ്മൾ ഇതുവരെ വായിച്ചത് ഏഞ്ചൽസും ഇതുവരെ വായിച്ചത് ജിബ്രീലും ചേർന്നിട്ട് ചെയ്യണ സർജറി. ഇനി ഞാൻ ഒരു അത്ഭുത സർജറി ഞാനിപ്പോൾ വായിക്കാൻ പോകും. ഇതുവരെ നിങ്ങൾ അത്ഭുതം കേട്ട് നിങ്ങൾ അന്തം വിട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു അത്ഭുത സർജറി നമുക്ക് ഇനി കേൾക്കാം. സൂനൻ നസായി 448. ഇത് പോണില്ലല്ലോ. പോയി ചാറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം. സൂനൻ നസായി 448. Abul Qasim said, while I was at the Kaaba in a state between sleep and wakefulness. അപ്പൊ കാബയിലായിരുന്നു പുള്ളിക്കാരൻ.
ബിറ്റ്വീൻ എ സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ്, ഇങ്ങനെ മയങ്ങി ഇങ്ങനെ പോവാണ്. ഫുൾ സ്ലീപ്പ് ആയിട്ടില്ല, മയങ്ങി പോവാണ്. 3 men, 3 angels അല്ലാട്ടാ. ഇവിടെ സർജറി ആരാ നടത്താൻ പോണത്? 3 men, 3 മനുഷ്യര് വന്നു. ആൻഡ് വൺ ഓഫ് ദം ഹു വാസ് ഇൻ ദ മിഡിൽ കെയിം ടുവേർഡ്സ് മീ. എന്നിട്ട് ആ മനുഷ്യന്മാരില് നടുക്കുള്ളത് 3 പേര്, ആ 3 പേരില് നടുക്കുള്ള മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്, ഐ വാസ് ബ്രോട്ട് എ ബേസിൻ ഓഫ് ഗോൾഡ്. എൻ്റെ അടുത്തേക്ക് ഗോൾഡിന് ഒരു ബേസിൻ കൊണ്ടുവന്നു. ആ ഗോൾഡിന്റെ അകത്ത് എന്താ? ഗോൾഡ് ബേസിനിൽ എന്താ? ഫിൽഡ് വിത്ത് വിസ്ഡം ആൻഡ് ഫെയ്ത്ത്. മുമ്പ് എന്തായിരുന്നു? മുമ്പത്തെ ബിലീഫ് ആൻഡ് വിസ്ഡം ആയിരുന്നു. ഇവിടെ വിസ്ഡം ആൻഡ് ഫെയ്ത്ത്. ആൻഡ് ഹി സ്ലിറ്റ് ഓപ്പൺ ഫ്രം ദ ത്രോട്ട് ടു ദ ലോവർ ആബ്ഡുമൻ. അപ്പൊ ത്രോട്ട് മുതല് ഒരു കീറ് കൊടുക്കുകയാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ അവിടെ നിന്ന് കീറി കൊടുത്ത് താഴെ 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 വന്ന് റിബ് കേജ് കഴിഞ്ഞു. റിബ് കേജ് കഴിഞ്ഞിട്ട് താഴെ പൊക്കിള് വന്നു. പൊക്കിള് കഴിഞ്ഞു. എന്നിട്ട് പ്യൂബിക് ബോണിന്റെ ആ ഏരിയയിൽ വരെ ഒരു സിംഗിൾ ലോങ് കട്ട് കൊടുത്തു. കട്ട് കൊടുത്തിട്ട് ആൻഡ് വാഷ്ഡ് ദ ഹാർട്ട് വിത്ത് സംസം വാട്ടർ. അപ്പൊ ഇവിടെ ഹാർട്ടിനെ പുറത്തേക്ക് എടുക്കുന്ന കാര്യം പറയുന്നില്ല കേട്ടാ. ഇവിടെ ഹാർട്ടിനെ പുറത്തേക്ക് എടുക്കുന്ന കാര്യം പറയുന്നില്ല. ഇവിടെ ഒരു കട്ട് കൊടുത്തു. കട്ട് കൊടുത്തിട്ട് ഹാർട്ടിനെ സംസം വാട്ടർ വെച്ചിട്ട് കഴുകി. തുന്നി വെക്കണ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. തുന്നി വെക്കണ കാര്യം ഞാൻ മുമ്പ് എടുത്ത കാര്യം ഞാൻ എടുക്കണില്ല. അത് തുന്നൽ എങ്ങനെ ചെയ്തു, പിന്നെ ആ തുന്നല് എങ്ങനെ അവർ കണ്ടു, പെർഫെക്റ്റ് തുന്നലായിരുന്നു. അതൊക്കെ ഞാൻ മുമ്പ് എടുത്ത കാര്യം ഞാനത് വീണ്ടും അവതരിക്കുന്നില്ല. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് സർജിക്കൽ പ്രൊസീജിയർ ആൻഡ് ദ നീഡിൽ യൂസ്ഡ് ആൻഡ് ദ ത്രെഡ് യൂസ്ഡ്, ഹൗ പെർഫെക്റ്റ് ദ സർജറി വാസ്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്ത കാര്യം ഞാൻ വായിക്കുന്നില്ല. ഇപ്പൊ ഞാൻ വായിച്ചത് എന്തൊട്ടാണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഡൺ ബൈ by പുരുഷന്മാര്, സർജിക്കൽ പ്രൊസീജിയർ ഡൺ ബൈ ഏഞ്ചൽസ്, സർജിക്കൽ പ്രൊസീജിയർ ഡൺ ബൈ association of 2 angels and Jibril. Okay, I am totally confused. Thank you, brothers.